നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അഴിക്കുള്ളിലായി. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പുലർച്ചെ പാലക്കാട്ട് നിന്ന് അറസ്റ്റ് ചെയ്ത രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ക്രൂരമായി ലൈംഗിക പീഡനം നടത്തിയെന്നതാണ് പരാതി. ഗർഭിണിയായ യുവതിയെ രാഹുൽ കഠിനമായി അധിക്ഷേപിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള സാധ്യതകൾ ആരായുകയാണ് സ്പീക്കർ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീമതി MA ഷഹനാസ്, കോൺഗ്രസ് പ്രവർത്തകയും പ്രസാധകയുമാണ്. റിനി ആൻഡ് ജോർജ് ആദ്യമായി പരാതി പൊതുസമക്ഷത്തിൽ ഉന്നയിച്ച ആളാണ്, ഇൻഫ്ലുവൻസറാണ്. ഒപ്പം CPM-നെ പ്രതിനിധീകരിച്ച് ജെക്സി തോമസ്, കോൺഗ്രസിൽ നിന്ന് വസന്ത് സിറിയേക്ക്, രാഷ്ട്രീയ നിരീക്ഷകനായി സാമൂഹ്യ നിരീക്ഷകനായി ശ്രീകുമാർ മനയിൽ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീകുമാർ മനയിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. 2 കേസുകൾ, ഒരു നോ അറസ്റ്റും ഒരു ആന്റിസിപ്പേറ്ററി ബെയിലുമുണ്ട്. ഇനി കേസുകൾ വരില്ല എന്ന് പറയാനും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഈ രാത്രി ഉറങ്ങുന്നത് ജയിലിലാണ്. എങ്ങനെ കാണണം? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് നമ്മുടെ ഭാഷയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്. പല സ്വാധീനം ഉപയോഗിച്ചും മായിക ശക്തിയുള്ള പ്രൊഫൈൽ ഉപയോഗിച്ചുമൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞു, അതല്ലെങ്കിൽ പലരെയും കബളിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒടുവിൽ നിയമത്തിന് മുൻപിൽ കീഴടങ്ങുകയാണ് എന്ന് വിചാരിക്കണോ? അഭിലാഷ്, ഇത് ഈ കേസിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. അഭിലാഷിന് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഈ കേസിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവല്ല. സാങ്കേതികമായി അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് മാത്രം MLA ആയി തുടരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മാനങ്ങൾ ഇതിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നത് അത്ര ശരിയാകും എന്ന വിശ്വാസം എനിക്കില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിൻ്റെ ഘടകങ്ങളോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദികളെ അല്ല. കാരണം അയാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അയാൾ ആ പാർട്ടിയിൽ ഉണ്ടായ ഇടവേളകളിൽ അയാൾക്കുണ്ടായിരുന്ന അധികാരവും അയാൾക്കുണ്ടായിരുന്ന സ്ഥാനങ്ങളും അയാളുടെ സ്വന്തം ലക്ഷ്യപൂർത്തീകരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അയാളൊരു സെക്ഷൽ പ്രൊഡക്ടർ ആണെന്നാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിയുന്നത്. ഈ വന്ന കേസുകളെ തുടർന്നുള്ള അറസ്റ്റും അതിൻ്റെ മറ്റ് FIR മറ്റ് നടപടികളും ആരോപണങ്ങളുടെയും ആ ഒരു ഭാഷയും ആ ഒരു രീതിയും മനസ്സിലാക്കുമ്പോൾ ഇയാളൊരു സെക്ഷൽ പ്രൊഡക്ടറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ സെക്ഷൽ പ്രൊഡക്ടർക്ക് നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷയുണ്ടല്ലോ, അത് ആ കേസ് വിചാരണയ്ക്ക് വന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ, കുറ്റക്കാരനാണെന്നല്ല, അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ എന്നാണല്ലോ ലീഗൽ ഒരു ലാംഗ്വേജ്, അങ്ങനെയുള്ള ലീഗൽ ഫ്രെയിം. അയാൾക്കെതിരെ കുറ്റം ചെയ്തു എന്നുള്ള തെളിവുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ. കുറ്റം ചെയ്തു എന്നുള്ള തെളിവില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. പക്ഷേ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയ സംസ്കാരം, ആ സംസ്കാരം തുടങ്ങിയിടത്ത് തന്നെ അവസാനിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നു. വസന്തിനെയൊക്കെ പിന്നെ എനിക്കറിയാം പേഴ്സണലായിട്ട്, ഇദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോൾ, അതിനുശേഷം ഒരു ഇലക്ഷനിലൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴൊക്കെ വിദ്യാർത്ഥി കാലത്തും ചെറുപ്പകാലത്തൊക്കെ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളെന്ന നിലയിൽ എനിക്ക് വലിയ അത്ഭുതവും വിസ്മയവും തോന്നി. എങ്ങനെയാണ് ഈ വ്യക്തി പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതൃനിരയിലേക്ക് കടന്നു വന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞ ചില 1-2 ആളുകളുടെ ഒരു സ്വാധീന വലയത്തിലാണ് ഇയാൾ ഈ നേതൃസ്ഥാനത്തേക്ക് വന്നതെന്നൊക്കെ. ഞാൻ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ രാഹുലിനെ പോലെ ആളുകൾ മുന്നോട്ട് വച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്തിരുന്ന ആ ഒരു രാഷ്ട്രീയ സംസ്കാരം അതൊരിക്കലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതേ ആയിരുന്നില്ല. എന്നാൽ ഇടക്കാലത്ത് ആ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ഒരു അംഗീകാരം കിട്ടുന്നൊരവസ്ഥ വന്നു. അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ മൂലമായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ തന്നെ ആ ഒരു രാഷ്ട്രീയ സംസ്കാരം മുളയിലെ നുള്ളപ്പെടുകയും ഇയാൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും
കേസ് വന്നപ്പോൾ തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതോടുകൂടി ആ പാർട്ടിക്ക് ചെയ്യാവുന്ന ധാർമ്മികതയുടെ അങ്ങേയറ്റം ആ പാർട്ടി കാണിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ കൃത്യമായി അത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ആലോചിച്ചൊരു തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അയാൾക്കെതിരെ കോൺഗ്രസ് എടുത്ത നടപടി 100% ധാർമ്മികത ആയതുകൊണ്ട് ഇതിന് ഇനിയൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ല. ഇതിനുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് ലീഗലായിട്ടും മോറലായിട്ടുള്ള ഡയമെൻഷനാണ്. അത് നോക്കേണ്ടത് കോടതിയാണ്, പോലീസാണ്. അതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായം പറയേണ്ട ആവശ്യവുമില്ല. ശരി, വസന്ത് സിറിയക്, കോൺഗ്രസിന് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടല്ലോ. നിർബന്ധിതമായിട്ടാണെങ്കിലും കേസ് വന്ന സമയത്ത്, ഒരു പരാതി ഇമെയിലിൽ വന്ന സമയത്ത്, മുൻകൂർ ജാമ്യം തിരുവനന്തപുരത്തെ കോടതി നിഷേധിച്ച സമയത്ത് പുറത്താക്കാനെടുത്ത തീരുമാനം ഇപ്പോൾ എന്തായാലും കോൺഗ്രസിനെ രക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ രാത്രി ഉത്തരം പറഞ്ഞ് വിയർക്കേണ്ടി വന്നേനെ. പുറത്താക്കി, ഞങ്ങളുടെ ആളല്ല, ഇപ്പോൾ ഞങ്ങളുടെ ആളല്ല എന്ന് പറയാമെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ ആളാണ്, ആ MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര പെട്ടെന്ന് 4-5 വർഷം കൊണ്ട്, ചുരുങ്ങിയ വർഷം കൊണ്ട്, മറ്റ് പല കോൺഗ്രസ് പ്രവർത്തകർക്കും, അധ്വാനിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പൊടുന്നനവേ വന്നു എന്ന കാര്യം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ അഭിലാഷ്, അതിൽ പെർഫോം ചെയ്യുന്നവർ, അത് നല്ല പെർഫോമൻസ് പെട്ടെന്നുണ്ടായാൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ, നല്ല രീതിയിൽ കലാപരമായ കഴിവുള്ളവരെ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സംഘടനാപരമായും ശൈലിപരമായും ഒക്കെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു പറ്റം കൂട്ടമാണ് കോൺഗ്രസ് ലീഡർഷിപ്പ്. അത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ സംസ്ഥാന ലീഡർഷിപ്പ് എടുത്തു നോക്കൂ. ആ ലീഡർഷിപ്പിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ തരൂരിൻ്റെ രീതിയല്ല VD സതീശൻ്റേത്, പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയല്ല KC വേണുഗോപാലിൻ്റേത്, അദ്ദേഹത്തിൻ്റെ രീതിയല്ല രമേശ് ചെന്നിത്തലയുടേത്. ഈ 4 അല്ല 5 വരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരാണ്. അപ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് രാഹുലും കൂടുതൽ നല്ലപോലെ സംസാരിക്കുന്ന ആളെന്ന നിലയിലൊക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞു ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ തീർന്നു എന്ന് പറയുമ്പോൾ, ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്, ഞാൻ റീഡ് ചെയ്യുന്നത്, ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടുതൽ പ്രസക്തമാവുകയാണ് ഇനി തൊട്ടങ്ങോട്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. ഇത്തരത്തിലൊരു സെക്ഷൽ പ്രൊഡേറ്റർ ആയിട്ടുള്ള ഒരു നേതാവ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഒരു ആരോപണം ഉയർന്നു വന്നാൽ ആ നേതാവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇൻ ദ പോസിറ്റീവ് സെൻസ്, ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കേരള സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ പാർട്ടികൾക്കും, ഇനി ആരെങ്കിലും പുതിയ പാർട്ടികൾ ഉദയം കൊള്ളാനുണ്ടെങ്കിൽ അവർക്കും മുമ്പിൽ ഒരു ബെഞ്ച് മാർക്ക് കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അയാളെ സംരക്ഷിക്കേണ്ടതില്ല എന്നും അങ്ങനെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് സംരക്ഷിക്കേണ്ടതില്ല എന്ന തീരുമാനം വരുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. അതുവരെ സംരക്ഷിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. പാർട്ടിക്കകത്ത് ധാരാളം പരാതികൾ മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റിനും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന, താങ്കൾ തന്നെ ഉദാഹരിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ. അപ്പോൾ ധാരാളം പരാതി വന്ന സമയത്ത് അതൊക്കെ പൊതിഞ്ഞു വെച്ചു, അതൊക്കെ ഒളിച്ചു വെച്ചു. നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങളിതാ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ്, ഇനി ഞങ്ങൾ ഇയാളെ സംരക്ഷിക്കില്ലേ എന്ന് പറഞ്ഞത് അത്ര ഉദാത്തമായ മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലല്ലോ. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് റിട്ടേൺ പരാതി കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അഭിലാഷും ഞാനും ഒരു പേഴ്സണൽ സൗഹൃദമുണ്ടല്ലോ. ഇപ്പം ഞാൻ അങ്ങോട്ടൊരു പരാതി പറയുന്നത് പോലെയല്ല, ഞാൻ മാതൃഭൂമിയുടെ സീനിയർ ചീഫ് എഡിറ്റർ ശ്രീ അഭിലാഷ് മോഹൻ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു പരാതി അങ്ങേക്ക് നൽകുന്നത്. അങ്ങനെ നൽകിയാൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അങ്ങയുടെ ബാധ്യസ്ഥതയായി മാറും. എന്നാൽ നമ്മൾ തമ്മിലുള്ളൊരു ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് എനിക്ക് ഇന്നയാളെ പറ്റി ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു റിട്ടേൺ പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. ആദ്യം സസ്പെൻഡ് ചെയ്തു. അതാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ നടപടിക്രമവും അത് തന്നെയാണ്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു വേദിയിലേക്ക് പറഞ്ഞു വിട്ടോ? ഇല്ല. ഞങ്ങൾ ഔദ്യോഗികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിനൊപ്പം ഉറച്ചു നിന്നു. രണ്ടാമത്, ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോൾ അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, അയാളെ കുറ്റക്കാരനാണ് എന്ന് കണ്ട് വിധിച്ചതിന് ശേഷവും കോടതി ഏതോ മൂടന്മാരുടെയാണ്, അവർമാർക്ക് വിവരമില്ലാത്തതാണ് എന്ന് TP ചന്ദ്രശേഖരൻ കേസിൽ പറഞ്ഞതുപോലെ അല്ല കേട്ടോ. മുകേഷിന്റെ കാര്യത്തിൽ സംരക്ഷിച്ച് പിടിച്ചതുപോലെയല്ല. കുറ്റക്കാരനാണെന്ന് കോടതി കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളി
സെഷൻസ് കോടതിയാണ്, ഹൈക്കോടതി പോലും അല്ല. അതിന് പോലും ഞങ്ങൾ കാത്തിരിക്കുക. അതായത് സെഷൻസ് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം തള്ളി എന്ന് കണ്ടതിന്റെ ആദ്യ സെക്കൻഡിൽ, ആദ്യ മണിക്കൂറിൽ, ആ മണിക്കൂറിൽ തന്നെ രാഷ്ട്രീയ സംസ്കാരമാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ശ്രീമതി ഷഹനാസ്, താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ട്, സംസ്കാര സാഹിതിയുടെ പ്രവർത്തകയായിരുന്നു, നേതാക്കളുമായും ആ തരത്തിൽ ഒരു പാർട്ടിയുടെ വിശ്വസ്ത പ്രവർത്തക എന്നുള്ള നിലയിൽ കൂറ് സൂക്ഷിക്കുന്ന ആളാണ്. കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നത് പോലെ ഈ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് ആ പാർട്ടിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കോൺഗ്രസ്സുകാരിയായ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീയെ പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് റേപ്പിസ്റ്റ് പീഡിപ്പിക്കുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയം, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ ചെയ്തില്ലേ എന്ന ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി നൽകാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള എനിക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വിഷയം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും ഇത് ഒരു രാഷ്ട്രീയ വിഷയമേ അല്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, അത് ഇപ്പോൾ എല്ലാ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളടക്കം ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് ആളുകൾ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകൾ കണ്ടിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ സൈബർ മീഡിയയിൽ ഇരകളായിട്ടുള്ള സ്ത്രീകളെ പോലും അപമാനിക്കുന്നത്. അതായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു പുതുമുഖമായ, അല്ലെങ്കിൽ ഏറ്റവും പ്രതിഷേധിക്കാൻ അർഹമായി നിൽക്കുന്ന ഒരു യുവമുഖമായിട്ടുള്ള, ഇപ്പം പാലക്കാട് വലിയ തോതിൽ വോട്ടിന് ഭൂരിപക്ഷം കിട്ടി ജയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA-ക്കെതിരെ പരാതികൾ വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക്. അപ്പോഴുള്ള ഒരു പ്രശ്നം ശരിയാണ്, ഈ കംപ്ലൈന്റുകളൊക്കെ വെളിവായ സമയത്ത് കോൺഗ്രസ് പാർട്ടി ആക്ട് ചെയ്തു. പക്ഷേ ഈ കംപ്ലൈന്റുകൾ പാർട്ടിക്ക് മുമ്പിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസ് പ്രവർത്തകരായ വനിതകളുടെ, കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന വനിതകളുടെ പരാതികൾ ആഭ്യന്തരമായി ആ പാർട്ടിക്കകത്ത് അറിയാമായിരുന്നല്ലോ. ഷഹനാസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചതാണ്. ഒരു പക്ഷേ പാർട്ടിയായി തന്നെ ഇത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നടപടി എടുത്തിരുന്നുവെങ്കിൽ, ഇയാളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇയാൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ കൊടുക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നാണക്കേടിൽ നിന്ന് പാർട്ടിക്ക് നേരത്തെ തന്നെ ഒഴിയാമായിരുന്നല്ലോ. ശ്രീ അഭിലാഷ്, ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാഷ്ട്രീയ, സിനിമ, സാഹിത്യ മേഖലയിൽ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ, ഒരു സ്ത്രീ മുന്നോട്ട് വരുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ അവരോട് പെരുമാറാത്ത മേഖലയിലുള്ള പുരുഷന്മാരോ ആരുമില്ല. അത് ഏത് മേഖലയാവട്ടെ, സിനിമയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ, ഞാനടക്കമുള്ള ആളുകൾ പരാതി പറയുമ്പോൾ ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത് ഞങ്ങളെ മെസ്സേജ് അയച്ചു ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴടുത്താണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം ഒരു പീഡകനാണ് എന്ന് പല സ്ത്രീകളിൽ നിന്ന് കേരള സമൂഹമടക്കം, കോൺഗ്രസിലെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും അറിയുന്നത്. സത്യം പറഞ്ഞാൽ ആരും ഇത്തരത്തിൽ മെസ്സേജ് അയച്ചു പോകുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്ന ഒരു സമൂഹമാണ് അറിയുന്നത്. സ്ത്രീകളെ ക്രൂരമായിട്ട് സമീപിച്ചുകൊണ്ട്, വിവാഹിതരായ സ്ത്രീകളെ സമീപിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു. ഇന്നിപ്പം വന്ന ഒരു പരാതി എന്ന് പറയുന്നത് മൂന്നാമത്തെ പരാതിയാണ്. ഈ സൈബർ മീഡിയയിലുള്ള ആളുകളോട് ഞാൻ പറയാണ്, രണ്ടാമത്തെ പരാതിയല്ല, മൂന്നാമത്തെ പരാതിയാണ് വന്നിട്ടുള്ളത്. ആ പരാതിയിൽ ആ സ്ത്രീ പറയുന്ന അവരുടെ മുഖത്ത് തുപ്പി, അവരുടെ ഓവുലേഷൻ പെയിൻ ഉണ്ടായിട്ട് പോലും അവരെ കടന്ന് പിടിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറയുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്തത്. അതിന് ഉത്തരവാദികൾ കോൺഗ്രസ് പ്രസ്ഥാനമോ അതിൻ്റെ നേതാക്കന്മാരോ ആരുമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഉള്ള സ്ത്രീകളുണ്ട്, ഇപ്പോഴും പരാതിയുമായിട്ട് വരാത്ത സ്ത്രീകളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ ഒരു കന്യാസ്ത്രീയുടെ കേസിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള അതിജീവിത സ്വന്തം പേരും മുഖവും കാണിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ധൈര്യപൂർവ്വം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പോലും ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായത് എന്ന്. അത് കേരള സമൂഹത്തിൻ്റെ പുതിയ
ജനകീയ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാവട്ടെ, സിനിമാ മേഖലയിലുള്ളവരാവട്ടെ, സാഹിത്യ മേഖലയിലുള്ളവരാവട്ടെ, സ്ത്രീകൾ ഏറ്റവും ശക്തമായിക്കൊണ്ട് എൻ്റെ മുഖം മറയ്ക്കാനോ എൻ്റെ പേര് മറയ്ക്കാനോ ഞാൻ തയ്യാറല്ല, എന്നെ പീഡിപ്പിച്ചവൻ, എന്നെ അപമാനിച്ചവൻ ഇവനാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരാൻ വേണ്ടി സ്ത്രീകൾ തയ്യാറാവുന്നതിൻ്റെ വലിയ ജനകീയ മുന്നേറ്റമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഈ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ് ഉറങ്ങുന്നത്. കേരളത്തിലൊരു MLA ആണ്. MLAക്ക് അഴിക്കകത്ത് കടക്കേണ്ടി വന്നിരിക്കുകയാണ്. ആശ്വാസം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആശ്വാസം തോന്നുന്നുണ്ട്. ആ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസം മെൻ്റൽ ട്രോമയിലായ ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ എന്ന് തുടങ്ങിയതാണ് എന്നറിയാമോ? ഈ പരാതിയുമായിട്ട് നിരവധി സ്ത്രീകൾ വരുമ്പോഴാണ് ഓരോ സ്ത്രീകളും മനസ്സിലാക്കുന്നത് ഞാനും ഇതിൽ ഇരയായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA കാണിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമാ മേഖലയിലുള്ള പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് പരസ്യമായി കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഇവർക്കൊന്നും ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ തേഞ്ഞു പോയില്ല, പിന്നെ നിനക്കൊക്കെ എന്താണ് തേഞ്ഞു പോയതെന്ന് ഇരകളായ സ്ത്രീകളോട് പറഞ്ഞ ഒരു പ്രവർത്തികളുണ്ട്. അതിനെതിരെ ധൈര്യമായിക്കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ കാണുന്ന സമാധാനം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇനിയും വരാനുള്ള സ്ത്രീകൾക്ക് പ്രചോദനമാണ് ഈ മൂന്നാമത്തെ പരാതിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ അറസ്റ്റും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച സമയങ്ങളിലൊക്കെ എനിക്കറിയാം, ഞാൻ അടക്കമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്താണ് എന്ന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോ ഈ പീഡിപ്പിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ മാനസികമായ ഒരു സമാധാനം, സന്തോഷം എന്നല്ല ഞാൻ പറയുന്നത്, അവരനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് ഇന്ന്. ആ സമാധാനത്തിനൊപ്പം ഞാനും ഇന്ന് സമാധാനം അനുഭവിക്കുന്നുണ്ട്. എന്നെ പീഡിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് നേരെ അയച്ച മെസ്സേജോ ഒന്നും ഞാനൊരു മുഖവിലേക്ക് എടുക്കുന്നതേ ഇല്ല. കാരണം അതിനെ ആ രീതിയിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളെ തേടി പിടിച്ചുകൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു കയറി സംരക്ഷകനായി മാറാമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്ത് പീഡിപ്പിച്ചു വിട്ട ഒരു പീഡകനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ തറയിൽ കിടക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണുള്ളത്. ഇനിയും നിയമ പോരാട്ടങ്ങളിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് സ്ത്രീകൾക്ക് ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയും ഒരുപാട് പേര് പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ വേദനയുണ്ട്. മെൻ്റൽ ട്രോമയിൽ അകപ്പെട്ട ഈ വിഷയത്തിൽ തന്നെ പല വിഷയങ്ങളിലുമുണ്ട്, പല ആളുകളിലുമുണ്ട്. എന്നാലും ഈ വിഷയത്തിൽ തന്നെ മനോവേദനയിലുള്ള ഇരകളുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. ആ പെൺകുട്ടികൾക്കുള്ള, ആ സ്ത്രീകൾക്കുള്ള ധൈര്യമാണ്. ആ ധൈര്യത്തിന് ഞാൻ എന്താ പറയുക, ഏറ്റവും സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു രാത്രി ഇന്നായിരിക്കുമെന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായും. ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസ് പ്രവർത്തകയായ MA ഷഹനാസ് സമാധാനത്തോടു കൂടിയിരിക്കുന്ന രാത്രിയാണ് ഇന്ന്. വേട്ടക്കാരൻ ജയിലിനകത്ത് കഴിയുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ വേറെയുമുണ്ട്. അത് നേരിട്ട് പീഡനം അനുഭവിച്ച ആളുകൾ മാത്രമാകണമെന്നില്ല. അതിനപ്പുറത്തൊരു ഒരു കളക്റ്റീവായ സ്ത്രീകളുടെ ഒരു കോൺഷ്യൻസ് കൂടി അക്കാര്യത്തിൽ ഉണ്ടല്ലോ. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മറ്റ് 2 പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ആ പരാതികളെ സംബന്ധിച്ച് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ രൂപത്തിലുണ്ട്. ഇനിയും പരാതികൾ വരും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പരാതി സംബന്ധമായിട്ടുള്ള പ്രതീക്ഷ കുറവ് ആ കള്ളികളിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം ആദ്യം തന്നെ അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം പ്രസാധക രംഗത്തെ കൂടെ പ്രധാനപ്പെട്ടയാളായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഷഹന അവർ പങ്കുവെച്ച ശ്രദ്ധേയമായ അഭിപ്രായമുണ്ട്. അവർക്ക് പ്രതീക്ഷാനിർഭരമായി പരിമിതികളോടുകൂടെയെങ്കിലും അല്പം ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു രാത്രി ഉറങ്ങാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നു അത് അവരുടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദമല്ല. കേരളത്തിൽ മറ്റേതു സാധാരണക്കാരെക്കാളും സത്യസന്ധമായും മനുഷ്യർ തമ്മിൽ ആർദ്രതയോടുകൂടെയുള്ള ബന്ധം നമ്മുടെ നാട്ടിലെമ്പാടും സത്യസന്ധമായും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള മുഴുവൻ മലയാളികളും അവർ ആശ്വസിക്കുകയും പരിമിതികളോടുകൂടെ ആശ്വാസജനകമായി ഒന്ന് നെടുവീർപ്പിടുകയും ചെയ്യുന്ന ഒരു രാത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കാര്യത്തിൽ ആഹ്ലാദിക്കുന്നവരുണ്ട്. ആഹ്ലാദിക്കുന്നവർ ഇടതുപക്ഷക്കാരെയല്ല. ആഹ്ലാദിക്കുന്നവർ താരതമ്യേന തുലോം ശക്തി കുറഞ്ഞവരെങ്കിലും
കോൺഗ്രസ്സായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അന്തസ്സോടുകൂടെ ജീവിക്കുന്ന മോശമല്ലാത്തൊരു വിഭാഗമുണ്ട്. അതിലെ പ്രധാനപ്പെട്ടയാളാണ് നമ്മുടെ സഹപാനലിസ്റ്റായിട്ടുള്ള പ്രസാധക രംഗത്ത് ആത്മാർത്ഥമായി ജോലിയെടുക്കുന്ന ശ്രീമതി ഷഹനാസ്. അവർ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ മാന്യതയും അന്തസ്സും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം വരുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവർക്കായിരിക്കും ഈ കാര്യത്തിൽ ആഹ്ലാദമുള്ളത്. ആ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ബഹുമാനിയനായ സഹപാനലിസ്റ്റ്, ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരം ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അത്ഭുതകരമല്ലേ ബഹുമാനിയനായ ആങ്കർ? ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്കും അങ്ങയ്ക്കും പ്രസാധകയ്ക്കും മറ്റ് കോപാനലിസ്റ്റുകളും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാജാത്യ വൈജാത്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ 70,000 അടിയിൽ ഇങ്ങനൊരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ തുടങ്ങുകയാണ്. മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ അതിനോട് മറുപടി പറയുന്നുള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു തൊട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു വാദത്തെയും കൈകൊണ്ട് തൊടാൻ ഞാൻ അർഹിക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് അങ്ങ് വിശാലമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ പഴയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധി ആർജിച്ച പർവ്വത സമാനമാം വിധം ഇപ്പോഴും പ്രസക്തമായ ഒരു പ്രയോഗമുണ്ട്. എങ്ങനുണ്ട് എന്റെ സാഹിത്യം എന്ന് സഹോദരനായ അബ്ദുൽ ഖാദറിനോട് ചോദിക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ ആക്കിയും ആഖ്യാതാവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈമൂബ ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബഷീർ പറയുന്ന തിരികെയുള്ള മറുപടിയുണ്ട്. എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആഖ്യാതാവും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു മണിക്കൂറിൽ. എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000-ഉം 5,000-ഉം ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പെർവർട്ട്, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. ആ ഇതിഹാസ സമാനമായ പ്രസക്തിയാണ് നമ്മളുടെ മുമ്പിൽ വീണ്ടും പണം പടർത്തി നിൽക്കുക. നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇത് ഇപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? എവിടുത്തെ ബെഞ്ച് മാർക്ക്? 2022 വന്ന പരാതിയോ? നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാമല്ലോ. AICC ആഫീസിന് വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ? എന്തായിരുന്നു AICC ആഫീസിന്റെ പ്രതികരണം? കേരളത്തിൽ 2 പ്രധാനപ്പെട്ട മീഡിയ ചാനലുകൾ ജോലി ചെയ്യുന്ന 2 മാധ്യമ പ്രവർത്തകർ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനലും മറ്റൊന്ന് ബാർക്ക് റേറ്റിംഗിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്ന മറ്റൊരു ചാനലും, അവരുടെ പരാതി എന്തായിരുന്നു? അതിന്റെ തുടർച്ചയിൽ പ്രസാധക രംഗത്തുണ്ടായിരുന്ന ഇവരുടെ അനുഭവങ്ങൾ ഇവർ തന്നെ പറഞ്ഞു. പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തകരുടെ അനുഭവം അവർ തന്നെ പറഞ്ഞു. സിനിമ, ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്തെടുക്കുന്ന, മരിക്കുന്നതും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഇപ്പോഴും പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കാണുന്ന മറ്റൊരാളുടെ പ്രതികരണം അവർ തന്നെ പറഞ്ഞു. അതുമുതൽ എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതവും എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴോ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ് ആങ്കർ മനസ്സിലാക്കേണ്ടത്? ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവികരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്, വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോഴും നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ മുതൽ ഇവിടെ സൂചിപ്പിച്ച ചലച്ചിത്ര താരങ്ങളെ വരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള എക്സിബിഷനിസത്തിന് സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്ക് ഇപ്പോഴും എല്ലും തീറ്റ ഭക്ഷണവും കൊടുത്തിട്ട് ഇദ്ദേഹം പരിപാലിപ്പിക്കുന്നത് ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ? എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അന്തസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയും ആക്കിയാതും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ. ശരി, ഓക്കെ. ശ്രീ വസന്ത്, ഇവിടെ ഇപ്പോ കേരള രാഷ്ട്രീയത്തിൽ ലൈംഗികാരോപണ വിധേയരായ പല ആളുകൾ രാഷ്ട്രീയ ചരിത്രത്തിന്റെ തുടക്കം മുതലുണ്ട്. പക്ഷെ ഇത് സമാനതകളില്ലാത്ത കേസാണ്. ഇതിൽ സമീകരണവും അസാധ്യമാണ്. കാരണം നോക്കൂ, 3 പരാതികൾ, 3 റിട്ടേൺ കംപ്ലൈന്റ്സ് ആണ് ഇതിനകം വന്നത്.
റിട്ടേൺ കംപ്ലൈൻറ്റ്സ് അല്ലാതെ പാർട്ടികളുടെ മുമ്പിലും അതല്ലാതെയും ഒക്കെയുള്ള മറ്റാക്ഷേപങ്ങൾ വേറെ അവിടെ നിൽക്കുന്നു. ഈ 3 പരാതിയിലും സമാനമായ നിലയ്ക്കുള്ള ആക്ഷേപമാണ്. താങ്കൾ അത് വായിച്ചിട്ടുണ്ടാവും. ഞാനത് ഒരു ടെലിവിഷൻ ചാനലിലൂടെ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാത്തത്. അത് നോർമലായ ഒരാളുടെ ബിഹേവിയർ അല്ല, അങ്ങേയറ്റം പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ ബിഹേവിയറാണ്. അത് പോലീസ് തന്നെ വിശേഷിപ്പിച്ചതുപോലെ ഹബിച്വൽ ഒഫൻഡറുടെ സ്വഭാവമാണ്. എത്ര തവണ 3 റിട്ടേൺ കംപ്ലൈൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു സീരിയൽ ഒഫൻഡറുടെ കാര്യം നമ്മൾ മറ്റേ ആളുടെ കേസിൽ ഇങ്ങനെ വന്നില്ലേ, ഇയാൾക്കെതിരെ പരാതി വന്നില്ലേ എന്ന മട്ടിൽ സമീകരിക്കാനോ അതിനെ ഒന്ന് ലഘൂകരിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതല്ലേ കോൺഗ്രസിന് ഈ രാത്രിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ശ്രീ അഭിലാഷ്, അങ്ങേക്ക് ഉത്തരം തരാം. അതിനു മുമ്പ് എടുത്തോണ്ട് പോടാ നിന്റെ ആക്കിയോ മാക്കിയാനോ എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം. ഈ രാത്രിയിൽ കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങളുടെ മെമ്പറല്ല കേട്ടോ എന്ന് പറയാൻ ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോൾ PT കുഞ്ഞുമുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ 13 ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോൾ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി. അത് മറക്കണ്ട. ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് MLA ആക്കി. ആ MLA ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോൾ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച CPM-നും CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ തന്നെ ഒരു നേതാവിൻ്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ? ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ? ഞങ്ങളൊരു പാർട്ടി എന്ന നിലയിൽ, ഒരു സംഘടന എന്ന നിലയിൽ ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കിയിട്ട് ആർജവത്തോടുകൂടി ഇയാൾ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അയാളെ ഞങ്ങളുടെ ഇന്ദിരാഭവനിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ M മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞുമുഹമ്മദിനെ കുഞ്ഞു ബഷീറിനെയും ഒക്കെ 13 ദിവസം അയാളുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ട് വീണ്ടും വന്നിരുന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ എന്ന് സഖാവ് VS-ന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നീട് ആ ഇടതു പ്രതിനിധി മറ്റൊരു കാര്യം പറഞ്ഞു. AICC ഓഫീസിൽ പരാതി ചെന്നില്ലേ? AICC ഓഫീസിൽ ഒരു AICC മെമ്പറിന്റെ മുൻ MP-യുടെ പരാതി ചെന്നില്ലേ? എനിക്കറിയില്ല അങ്ങനെ ഒരു പരാതിയെ പറ്റി. ഇനി അദ്ദേഹത്തിന് AICC ഓഫീസിന്റെ മുമ്പിൽ പണ്ട് റൈസിന കുന്നിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ചായക്കടയായിരുന്നു, അവിടെ ആരെങ്കിലും പരാതിയായിട്ട് വരുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ മുമ്പിൽ റിട്ടേണായൊരു പരാതി വന്ന സമയത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 3 പരാതികൾ വന്ന സമയത്ത് അയാളെ ഞങ്ങൾ പുറത്താക്കി. ഇനി അഭിലാഷ് മോഹന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ശ്രീ അഭിലാഷ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ രാഹുലിനെ തൂണിൻ്റെയോ തുരുമ്പിൻ്റെയോ പിന്തുണ കൊടുത്ത് ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ അയാളെ ഏതെങ്കിലും ഒരു തരത്തിൽ ചേർത്തു പിടിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ അയാളെ കണിശമായും പുറത്താക്കി മാറ്റി നിർത്തി. അയാൾ നിലവിൽ നേരത്തെ ജയിക്ക് പറഞ്ഞു കേട്ടു പാർലമെന്ററി പാർട്ടി എങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ പാർലമെന്ററി പാർട്ടി മെമ്പറാവുന്നത്? അയാൾ പാർലമെന്ററി പാർട്ടിയുടെ മെമ്പറുമല്ല. അയാൾക്കെതിരെ നിങ്ങളുടെ നിയമസഭയുടെ സ്പീക്കറിന് എന്ത് നിയമപരമായ നടപടിയും സ്വീകരിക്കാം. അതിന് കോൺഗ്രസ് പാർട്ടി തടസ്സം നിൽക്കില്ല, താങ്ങി നിൽക്കില്ല. നിങ്ങളെപ്പോലെ ഞങ്ങൾ കിട്ടിയ പരാതി തലയണയുടെ അടിയിൽ കൊണ്ടുപോയി 13 ദിവസം പൂഴ്ത്തി വെക്കില്ല. ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിഞ്ഞു എന്ന് കണ്ടപ്പോൾ പോലീസിന് കൊടുക്കാൻ നിർബന്ധിതരാവില്ല. ആരാന്നറിയാമോ? ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ശ്രീ അഭിലാഷ്. എൻ്റെയും അഭിലാഷിൻ്റെയും ഷഹനാസിൻ്റെയും ജയിക്കിൻ്റെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്തോളാമെന്ന് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് സത്യം ചെയ്ത ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അത് പൂഴ്ത്തിയത്, അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവല്ല. പാർട്ടിയുടെ നിലപാടിനെ പറ്റിയല്ല. അപ്പം ഞങ്ങളുടെ നിലപാടിനെ പറയും. ഞങ്ങളെടുത്ത നിലപാട് കമ്പയർ ചെയ്യപ്പെടും. അത് കമ്പയർ ചെയ്തത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇവർ ഈ വിഷയം എത്രത്തോളം ഉയർത്തി നിർത്താമോ അത്രത്തോളം ഉയർത്തി നിർത്തിയിട്ടും എത്രത്തോളം ലൈം ലൈറ്റ് ചെയ്യപ്പെടാമോ അത്രത്തോളം ലൈം ലൈറ്റ് ചെയ്യപ്പെട്ടിട്ടും ജനം വിധി എഴുതി. അദ്ദേഹം വലിയ വാക്കി പറഞ്ഞു, ജനത്തിന്റെ ഇഷ്ടം, ജനത്തിന്റെ എന്നൊക്കെ. ആ ജനം വിധി എഴുതി ജയിക്കെ ഏത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ് ശരിയെന്നും നിങ്ങൾ കൊല്ലം തൊട്ട് കാസർഗോഡ് തൊട്ട് കണ്ണൂർ തൊട്ട് കന്യാകുമാരി വരെ
നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ച ഒരു ഡസൻ സെക്ഷൽ പെർവേർട്സിന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനെയല്ല, ഒരുത്തിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോൾ മാറി നിൽക്കുക അങ്ങോട്ട് കടക്ക് പുറത്ത് എന്ന് അവനോട് പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാടാണ് ശരിയെന്ന് ജനവിധി എഴുതി. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കാത്തിരിക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ശ്രീമതി ഷഹനാസ്, നമ്മൾ ആ പരാതി വായിച്ചാൽ വലിയ ദുഃഖം സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകും. അത്രയും ക്രൂരമായ കാര്യങ്ങളാണ്. ഒരാളെ കണ്ട മാത്രമേ, അവരുടെ ഫസ്റ്റ് മീറ്റിങ്ങിലാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള അനുഭവം, ആ ട്രോമ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുഭവം ആ സ്ത്രീക്കുണ്ടായത്. അതിനുശേഷവും അവർ പല നിലയിൽ വലിച്ചിഴക്കപ്പെട്ടു. അവരെ കൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിപ്പിക്കാനുള്ള ശ്രമം നടന്നത് ഇപ്പോൾ ആ ചാറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2024 ഡിസംബർ മാസത്തിലാണ്, അതായത് MLA ആയതിന് ശേഷമുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് ഏൽക്കുന്ന പരുക്ക്, മാനസികവും ശാരീരികവുമായി ഏൽക്കുന്ന പരുക്ക്, കുറച്ച് ദിവസം ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു ഘടകം പോലും ആവാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരാളായി ഒരു ജനപ്രതിനിധി മാറി, അല്ലെങ്കിൽ അതൊരു ശീലമായിരുന്നു. ആ രണ്ടാമത്തെ പരാതിയിൽ ഏതാണ്ട് ഇതേ മട്ടിലുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതൊരു ശീലമായിരുന്നു എന്നുകൂടി വ്യക്തമാവില്ലേ ആ പരാതി വായിക്കുമ്പോൾ? സത്യത്തിൽ എന്താണെന്നറിയോ, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്താണ് എന്നാണ് സത്യത്തിൽ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ ഇന്നത്തെ ഈ പരാതിയിൽ അവർ പറയുന്നുണ്ട്, ഈ പരാതികളിൽ അധികവും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ, അത് വിവാഹം കഴിഞ്ഞ് വിവാഹബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഉള്ള സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ അവരുടെ ഇടയിൽ കയറി ചെന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് വരൂ, നിനക്കൊരു കുഞ്ഞുണ്ടായാലേ എൻ്റെ വീട്ടിൽ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളെയും ഒരേ സീരീസിൽ അവരെ കടന്നാക്രമിച്ച് അവരെ ഗർഭിണികളാക്കുകയും എന്നിട്ട് പിന്നെ ആ കുഞ്ഞ് ജന്മങ്ങളെ, ഭൂമിയിൽ പിറവിയെടുക്കാത്ത ജന്മങ്ങളെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് ഒരു ഫാർമസി അടക്കമുള്ള സംരംഭം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള അബോർഷൻ ചെയ്യാനുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി, ഇപ്പോൾ ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നും ഈ അതിജീവിത കൂടി പറഞ്ഞിട്ടുള്ള പേരുകളിൽ ഒന്ന് ഫെന്നി നൈനാനാണ്. അപ്പം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. അത് ഏത് രാഷ്ട്രീയമായാലും ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു ഭീകരത ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ, ആ സ്ത്രീയിൽ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനൊക്കെ ഇവിടെ തയ്യാറെടുക്കുന്ന ഒരു തലമുറ. ഇവിടെ നമ്മൾ കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകളൊക്കെ മാതൃകയാക്കാവുന്ന രീതിയിൽ രാഷ്ട്രീയം നമുക്കിവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഇടത്ത് നിന്ന് അധികാരം ഉപയോഗിച്ച് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു സ്ത്രീയോട് സ്വന്തം അധികാരം ഉപയോഗിച്ച് അവരെ ചോദ്യം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി വളർന്നിട്ടുണ്ട്. അതിന് സഹായം ചെയ്യുന്ന ഒരുപാട് പ്രേരണകൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്രത്തോളം ഭീകരനാണ് അദ്ദേഹം എന്നുള്ളത് പാർട്ടിയിലെ നേതാക്കന്മാർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് വ്യക്തമായി ധാരണയുള്ളത്. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ MLA, ശ്രീ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊന്നും പൊട്ടന്മാരല്ല എന്ന് നമ്മളെ കേരളത്തിലെ സമൂഹം മനസ്സിലാക്കണം. അണികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു പരാതി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോഴേക്കും ശ്രീ VD സതീശനെതിരെയും ശ്രീ രമേശ് ചെന്നിത്തലക്കെതിരെയും നീണ്ട രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തനവുമുള്ള ആളുകൾക്കെതിരെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അണികൾ. അത് ഒരു എന്താ പറയുക, ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നു. എന്നിട്ട് അവർ പറയുകയാണ് ഇവരുടെ ഒരു ഉദ്ദേശമാണ് വളർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ. ഇവരൊന്നും പൊട്ടന്മാരായിട്ടല്ല അവനെ ആദ്യമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അവർക്കറിയാം, അവർക്ക് അതിനുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഏറ്റവും എന്താ പറയുക ശക്തമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഒറ്റ
ഒറ്റയടിക്ക് വേറെ ഒന്നിനും കാത്തു നിൽക്കാതെ പുറത്താക്കണമെങ്കിൽ, സസ്പെൻഡ് ചെയ്യണമെങ്കിൽ, പിന്നീട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ വിഡ്ഢികളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരാതികൾ അത്രയും ശക്തമായി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇനി അദ്ദേഹത്തെ അയോഗ്യനാക്കേണ്ടത് നിയമസഭാ സ്പീക്കർ അടക്കമുള്ള അതിൻ്റെ കാര്യമായിട്ടുള്ള വിവരം എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിനി തീരുമാനമെടുക്കേണ്ടത് ഭരണപക്ഷമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു ഗതികേട് കേരള പോലീസിനുണ്ടായിരുന്നു. ആദ്യത്തെ 2 പരാതികളിലും അദ്ദേഹം നമ്മുടെ കേരള പോലീസിനെ എവിടം വരെ ഓടിച്ചു എന്നുള്ള കാരണം നമുക്കറിയാം. ഇതൊക്കെ വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ വിചാരിക്കുകയാണ്, രാഷ്ട്രീയ ഭേദമന്യേ ഈ പീഡകർക്കൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിൽക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഈ ഭരണകൂടം നിൽക്കുന്നുണ്ടോ ഉള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുന്ന് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇവിടെ മുഴുവൻ ഒട്ടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗതികേടല്ലേ? എത്ര കേസുകൾ അന്വേഷിച്ച് വലിയ രീതിയിൽ പ്രശംസ അർഹിച്ചിട്ടുള്ള ആളുകളാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പീഡകർ വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ള അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാവരുത്. പീഡനം വരുമ്പോൾ, സ്ത്രീകളെ ചൂഷണം വരുമ്പോൾ അതിലൊരു രാഷ്ട്രീയം നിങ്ങൾ ആരും കാണരുത് എന്നാണ് പറയാനുള്ളത്. കാരണം സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്ന മാന്യത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. ഇവിടെ ഇരയാക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട്, ഭ്രൂണഹത്യയിൽ തന്നെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ആലോചിച്ചിട്ട് എന്താ പറയുക, ഈ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാതൃകയാകേണ്ടത് അനിവാര്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ വ്യക്തമാണ്. റിനി ആൻ ജോർജ് കൂടി. റിനി, ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ തുറന്നു പറച്ചിൽ നടത്തുന്നത് റിനിയാണ്. അതാണ് പിന്നീട് വലിയ വിസ്ഫോടനമായി മാറിയത്. തുടക്കത്തിൽ ഇക്കാര്യം തുറന്നു പറയുമ്പോൾ പൊതുജന മധ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്ര വലിയ ഒരു ക്രിമിനലിനെയാണ് എന്ന് തോന്നിയിരുന്നു അന്ന്. ഇന്നത്തെ 3ാമത്തെ പരാതി, ആ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിനി മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആദ്യമേ ഞാൻ ഈ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ എനിക്ക് ഏകദേശമായ കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി അറിയാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇത്രയും വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അതൊരു കാരണവശാലും തെറ്റില്ലെന്നും. കാരണം അത്രയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പൊതുസമൂഹത്തോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട് ഇതേ നിലപാടുമായി നിലകൊണ്ടത്. കാരണം ഞാൻ അത്രയും കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൃത്യമായി വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കി, ഇത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കി. ഇതാരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ആരും ഇതിനെ സീരിയസ് ആയി കാണുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാനിത് പൊതുസമൂഹത്തിൻ്റെ സമക്ഷത്തിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര കല്ലെറിഞ്ഞിട്ടും എൻ്റെ ചിരിയെ, എൻ്റെ വസ്ത്രത്തെ, എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും എനിക്ക് എന്നുള്ളതല്ല, എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നായിരുന്നു എൻ്റെ തീരുമാനം. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഉറച്ചു നിൽക്കും. അതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. റിനി ആദ്യം ഈ കാര്യം തുറന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ വലിയൊരു വിഭാഗം നെഗറ്റീവായിരുന്നു. അപ്പോൾ ആ ആളുകൾക്ക് ഇതെന്തോ രാഹുലിനെ തീർക്കാൻ വന്ന ആരോപണമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ ചിന്തിച്ച, അങ്ങനെ ആത്മാർത്ഥമായി വിചാരിച്ച ആളുകൾ തന്നെയും ഉണ്ടായിരുന്നു. വലിയ സൈബർ ആക്രമണം, വലിയ തോതിലുള്ള അധിക്ഷേപം റിനിക്ക് ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായി 3 പരാതികൾ കാണുമ്പോൾ ഈ പരാതി വായിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇതിൻ്റെ ഗൗരവമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കേരളത്തിൽ എന്തെങ്കിലും സംശയം ബാക്കിയുള്ളവർക്ക് കൂടി ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാമോ? അങ്ങനെയാണ്. അതായത് ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇനി ചില വക്കീലുമാരൊക്കെ പറഞ്ഞ പോലെ ബുദ്ധിയില്ലാത്ത കക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആളുകൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് ഇപ്പോഴും കുറേ ആളുകൾ സൈബർ രംഗത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ അതിജീവിതകൾ വിവാഹം കഴിഞ്ഞവരാണ്, അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുവാണ്. അതായത് സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട്, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ചില ആളുകൾ കാണുന്നത്.
പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഇഷ്യൂ അല്ല ഇവിടെ. ഒരു ജനപ്രതിനിധിക്ക് ഒരു ധാർമ്മികത വേണ്ടേ? സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി, ഒരു പുരുഷൻ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾക്ക് പല വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മികത വേണ്ടേ? ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പുരുഷൻ സ്ത്രീ എന്ന് മാത്രമാണോ ഇതിനെ ചിന്തിക്കേണ്ടതെന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ട്. അവരിപ്പോഴും പൂർവാധികം ശക്തമായിട്ട് തെറിവിളികൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. എങ്ങനെയോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്തിലേക്ക് ഇത് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ സംസാരിക്കാനിടയായ ഒരു സാഹചര്യം അങ്ങനെ വന്നു ചേർന്നു. പക്ഷെ ഞാൻ കരുതുന്നത് ഇത് ദൈവത്തിന്റെ ഗൂഢാലോചന ആയിരിക്കാം എന്നാണ്. ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളല്ല. കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ പൊതുമധ്യത്തിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്നുള്ളതാണ്. ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യണം. അല്ലെങ്കിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകൾ ഇത്തരം ആരോപണ വിധേയരായിട്ടുള്ള പുരുഷന്മാരെ ഇങ്ങനെ ജനപ്രതിനിധികളാകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളായിട്ട് നിർത്തരുത് എന്നൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമല്ല. ഇത് പെൺകുട്ടികളുടെ കരച്ചിലാണ്, അവരുടെ രോദനമാണ്. ഇതിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരാഗ്രഹം കൊടുത്തു, കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ആയതിനു ശേഷം ആ കുഞ്ഞിനെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു വേദനയുണ്ട്. ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ. അത് എങ്ങനെ ജനിച്ച കുഞ്ഞാണെങ്കിലും, എന്ത് ഹിതമോ അവിഹിതമോ എന്താണെങ്കിലും, ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അനുപമ കേസിലൊക്കെ കേരള സമൂഹം ഒന്നാകെ നിന്നുകൊണ്ട് അനുപമയും കുഞ്ഞും തമ്മിൽ കൂടിച്ചേരുന്നതിന് വേണ്ടി നിന്നത്. അത് എന്ത് തരം ബന്ധമാണെങ്കിലും അത് അമ്മയും കുഞ്ഞുമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ആ അമ്മമാർക്കുള്ള അവരുടെ ജനിക്കാതെ പോയ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു സ്നേഹമുണ്ട്. അത് കൂടാതെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് വ്യക്തികൾ ഇത് നേരിടേണ്ടി വന്നു എന്നുള്ളൊരു സാമൂഹ്യ പ്രശ്നവുമുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷ് ഏട്ടൻ തന്നെയായിരുന്നു ഈ ആങ്കർ ചെയ്തിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട്, ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും. റിനി, ഇന്നിപ്പോ ഒന്നാമത്തെ പരാതിക്കാരിയുടെ, അതായത് റിട്ടേൺ കംപ്ലൈന്റ് ആദ്യം കൊടുത്ത പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കാണും. വളരെ ഹൃദയം തകർക്കുന്ന ഒന്നാണ്. ഇല്ലാതെ പോയ നശിപ്പിക്കപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് കുഞ്ഞിനോട് സംസാരിക്കുന്ന വിധത്തിൽ അതുപോലെയുള്ള അമ്മമാർ, കുഞ്ഞ് നശിപ്പിക്കപ്പെട്ട അമ്മമാരുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ വെറും തറയിൽ കിടക്കുന്ന രാത്രി ആ നിലയ്ക്ക് സ്ത്രീത്വത്തിന് ആശ്വസിക്കാവുന്ന ഒരു രാത്രിയാണോ? എന്ത് തോന്നുന്നു റിനിക്ക്? തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സംബന്ധിച്ച് ഇതൊരു ആശ്വാസം. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികളെ ജനങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഇപ്പം നമുക്കറിയാം, ഈ പല ഉയർന്ന തലത്തിലിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലരും, പൗരോഹിത്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും ഇരിക്കുന്ന പലരും എങ്ങനെയാണ് അവരുടെ കപട മുഖം എന്താണെന്ന് വലിച്ചെറിയപ്പെട്ടുകൊണ്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് വലിയ രീതിയിൽ ഒരു ആശ്വാസം തന്നെയാണ്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ ഇത് തുറന്ന് പറയണം, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് തുറന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിജീവിത അത് ജസ്റ്റിസ് അവരായിട്ട് കണ്ടെത്തട്ടെ, അതിലൂടെ നമുക്കും ഒരു ജസ്റ്റിസ് കിട്ടാം എന്ന് കരുതി ഇനിയും മറഞ്ഞിരിക്കരുത് എന്നുള്ളത്. കാരണം എല്ലാവരും പോരാടിയാൽ മാത്രമാണ് ഇനിയാണെങ്കിലും സ്ത്രീകൾക്ക് ആശ്വാസത്തിനുള്ള വക ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്നിച്ചു നിന്ന് പോരാടണം. എന്നാൽ മാത്രമേ നമ്മൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഈ സമൂഹത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീകൾ ഭയന്ന് വീട്ടിലിരിക്കുമ്പോൾ അത് സാധിക്കില്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇനിയും സ്ത്രീകൾക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിജീവിതകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. അവർ കം ഫോർവേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. തീർച്ചയായും. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ നമ്മുടെ പാനലിലുള്ള രണ്ട് വനിതകളും പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സ്ത്രീ എന്താണ് നേരിട്ടത്, അതിനെന്താണ് പോംവഴി, അത് വളരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ മറ്റ് പരിഗണനകളില്ലാതെ, കേവല രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവുകളില്ലാതെ വളരെ കൃത്യമായി നീതി നടപ്പാക്കപ്പെടുക, മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് അവരുടെ നീതി എന്ന് പറയുന്നത് സാധ്യമാക്കുക എന്ന പോയിന്റിലേക്കാണ് സ്വാഭാവികമായും ചർച്ച വരുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു, അതിൻ്റെ തീപ്പൊരു നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു, അതൊക്കെ ശരിയാണ്. അതിനപ്പുറത്ത് നമുക്ക് സ്ത്രീ സൗഹൃദമായിട്ടുള്ള പൊതുരംഗവും സാമൂഹിക രംഗവും സാംസ്കാരിക രംഗവും ഒക്കെ ഉണ്ടാവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവണമല്ലോ. അതിന് ഈ വേട്ടക്കാരൊക്കെ
തുറന്നു കാട്ടപ്പെടുകയും വേട്ടക്കാരൊക്കെ തുറുങ്കിലടയ്ക്കപ്പെടുകയും ഈ വേട്ട ഇല്ലാതാക്കപ്പെടുകയും ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കണം? ജയ്ക്കിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഫോൺ ഒന്നുകൂടി കട്ട് ചെയ്ത് വിളിച്ചാൽ ശരിയാവും. ശ്രീകുമാർ മനയിൽ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇതിൻ്റെ വിഴുപ്പ് ഇനി ചുമക്കേണ്ട എന്ന ഒരു ആശ്വാസമുണ്ട്, അത് ശരിയാണ്. അപ്പോഴും ഇതുപോലെ ഒരാൾ എങ്ങനെ ഇത്രയും വലിയ പവർ പൊസിഷനിൽ ഇത്ര കാലം ഇരുന്നു എന്നുള്ളത് ആ പാർട്ടി ആത്മവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണല്ലോ. ചെറുപ്പക്കാരൻ 35 വയസ്സുള്ള ആൾ, ഒരു 5 കൊല്ലം മുമ്പ് നമ്മളാരും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരാളെക്കുറിച്ച്. പക്ഷേ വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ വലിയ തോതിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ പെട്ടെന്ന് അധികാര സ്ഥാനങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു. അതേ വർഷം അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആയി പൊട്ടുന്നതിനെ മാറുകയാണ്. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി ടെലിവിഷനിൽ വന്ന് സംസാരിച്ചതിന്റെ ഗുണം മാത്രമാവും എന്ന് നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരം വേണം എന്നൊരു വിചിന്തനം നടത്താൻ കോൺഗ്രസിനും ഒരു അവസരമല്ലേ ഇത്? അഭിലാഷ, ഞാൻ ആദ്യം അഭിലാഷയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ എൻ്റെ ഓപ്പർച്യൂണിറ്റി തന്നെ ഞാൻ ഇതിൻ്റെ കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നുള്ള എൻ്റെ വിശ്വാസം. കാരണം ഈ കോൺഗ്രസ്സിൽ അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയ സംസ്കാരത്തിലുണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഉപോൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തി. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലും അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിച്ചേർന്നത് വളരെ ദൗർഭാഗ്യകരമായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ഇത്തരം നിലകളിലേക്ക് ഉയർത്തുമ്പോൾ പലപ്പോഴും പല നേതാക്കൾക്കും ഇയാളുടെ വ്യക്തിത്വം അജ്ഞാതമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലായാലും VD സതീശനായാലും ഇവർക്ക് ആർക്കും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു അജ്ഞതയുടെ ഒരു മൂടുപടം ഇയാളുടെ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം മെനക്കെട്ടില്ല. കാരണം ഈ പറയുന്ന ഒരു സംസ്കാരം പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ചു, ഈ സെലിബ്രിറ്റി സംസ്കാരം. കാരണം ഒരു രാഷ്ട്രീയ നേതാവ്, ഒരാളൊരു നേതാവ് ആകണമെങ്കിൽ അയാളൊരു സെലിബ്രിറ്റി ആകണം എന്നൊരു അലിഖിത നിയമം ഈ പാർട്ടിയിൽ ഉണ്ടായി വന്നതായിട്ട് ഈ 2021 ശേഷമുള്ള സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സെലിബ്രിറ്റി സംസ്കാരത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ സെലിബ്രിറ്റിയായി കഴിയുമ്പോൾ നിങ്ങൾ TV ചർച്ചകളിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നന്നായിട്ട് പ്രസംഗിക്കുന്നു, സിനിമാ താരങ്ങളുമായി ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ വളരെ കൃത്യമായ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്ന് സെലിബ്രിറ്റി ആവുകയും ആ സെലിബ്രിറ്റി പദവി ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഷിച്ച സംസ്കാരം ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറയും, നമ്മൾ ഈ പേര് പറഞ്ഞ നേതാക്കളെല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ദശാബ്ദങ്ങളെടുത്താണ് ഇവരെല്ലാവരും നേതാക്കളായത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതപ്പെട്ടു എന്ന് വെച്ചാൽ ഇയാൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായെന്ന് എനിക്ക് ഇപ്പോഴും യാതൊരു ധാരണയില്ല. കാരണം ഈ സംഘടനയ്ക്കായിട്ടൊക്കെ വിദ്യാർത്ഥി കാലത്ത് വളരെയധികം ബന്ധപ്പെട്ട് എനിക്ക് ഇതിൻ്റെ ഡ്യൂ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. ഇയാൾ വളരെ ഇയാൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കടന്നു വന്ന് ഒരു നിമിഷം പ്രസിഡന്റായെന്നാണ് ഞാൻ പല നേതാക്കന്മാരോട് ചോദിച്ചിട്ടും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളോട് ചോദിച്ചിട്ടും അവർക്കൊരു കൃത്യമായി മറുപടി പറയാൻ പറ്റിയില്ല. എങ്ങനെയോ വന്ന് പെട്ടെന്ന് ഇയാൾ പ്രസിഡന്റ് ആവുകയും പെട്ടെന്ന് MLA ആവുകയും ചെയ്തു. അത് ചില ആളുകൾ, ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വളരെ മോശം സംസ്കാരം പേറുന്ന ചില ആളുകളുടെ സ്വാധീനം മൂലമാണ് ഇയാൾ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതും പിന്നീട് MLA ആയതും. നമ്മൾ ഓർക്കണം, ഇയാളുടെ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ എല്ലാ നേതാക്കളും ഇയാൾ ഒഴിവാക്കി. ഇയാളുടെ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ ഈ പാർട്ടി ഇയാൾക്കത് എത്രയും പെട്ടെന്ന്, കാരണം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ സാധനം തലയിൽ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ഇയാളുടെ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പോൾ അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നെ പുറത്താക്കി. കാരണം വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് അഭിലാഷായിട്ടുള്ള പല ചർച്ചകളും പറഞ്ഞു, ഏതാണ്ട് 1.5 വർഷമായി ഇയാളെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ അതിനകത്തൊരു എവിഡൻസ് ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചെങ്കിലും പറയാൻ കഴിയില്ല. പക്ഷേ ഇയാളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കും തോറും എൻ്റെ സുഹൃത്തുക്കളായ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നത് ഒരേ മനസ്സാണ്. കാരണം ഇത്രയും സെക്ഷലി ഇങ്ങനെ ഡൈവേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ആൾക്ക് എങ്ങനെ ഒരു ജനനേതാവാൻ കഴിയും? ജനങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരു രാഷ്ട്രീയക്കാരൻ ജനകീയ നേതാവാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങളിൽ അയാളുടെ സംഭാവന ഉണ്ടാകുമ്പോഴാണ്. ജനങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങൾ യാതൊരു സംഭാവന ചെയ്യാത്ത ഒരുത്തൻ ഒരു സുപ്രഭാതത്തിലും MLA ആയി, ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനായി, അങ്ങനെ ഒരാളെ ഇത്തരം പദവികളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന അപഭ്രംശം, ആ ഒരു സ്ഥിതി ശരിക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട ഒരു കോൺഗ്രസ് വിഷയം തന്നെയായിരുന്നു. ശരിയാണത്. ശ്രീ ജേക്സി തോമസ്, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അറസ്റ്റ് ചെയ്ത പോലീസുകാരോട് തന്നെ
ഞാൻ എളുപ്പം ഇറങ്ങും, എൻ്റെ കയ്യിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കും എന്ന് പറയാനുള്ള ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അങ്ങനെ സ്വതന്ത്രനായി നിന്നാലും ഞാൻ ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രഭാവം അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ അനുയായി വൃന്ദത്തെ, അത് കോൺഗ്രസിന്റെ മാത്രം അനുയായി വൃന്ദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അതിനപ്പുറത്തുള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെയാണ് ഇത്രയും അധികം ആരോപണങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരാൾ വരുന്നത് എന്നുള്ളത് ആശ്ചര്യജനകമാണോ? തീർച്ചയായിട്ടും അത് പ്രസക്തമായ ചോദ്യമാണ്. ഈ ചർച്ചയിൽ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വന്നിട്ടുള്ള മാന്യനൊഴികെ ബാക്കി രണ്ടാളുകളും പ്രസാധക രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി ഷഹനാസ് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള അടിയുറച്ച കോൺഗ്രസ് തന്നെയാണ്. അതേപോലെ തന്നെ ബഹുമാനീയനായ മാധ്യമ പ്രവർത്തകൻ ശ്രീകുമാറും പലപ്പോഴും കോൺഗ്രസ് ആഭിമുഖ്യമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായഗതികൾ പല ചർച്ചകളിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ബഹുമാന പുരസ്സരം സ്വീകരിക്കേണ്ടതാണ്, എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തർക്കമില്ല. പക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് പൊതുവായ ചില എലമെന്റുകളുണ്ട്. അത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായി എന്നാൽ പൊതുവിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ എല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അങ്ങ് ചോദ്യത്തിൽ ഉന്നയിച്ചത്. കാരണം എന്താണ്, ഇദ്ദേഹം വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ വീണ്ടും സ്വതന്ത്രനായി നിന്നാൽ ജയിക്കും, അതിനുള്ള കരുത്ത്, അടിത്തറ, മേൽക്കൂര എന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് ബഹുമാനീയനായ മാധ്യമ പ്രവർത്തകർ പറയുന്നു, ഇതിന്റെ ഒരു ഡ്യൂ പ്രോസസിംഗ് ഈ KSUI, യൂത്ത് കോൺഗ്രസ് ആയി, വിദ്യാർത്ഥി രംഗം, യുവജന രംഗം, അവിടെ നിന്ന് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം, നേതൃപരമായ പദവി, ഇതൊക്കെ ഒരു ഡ്യൂ പ്രോസസിംഗ് അദ്ദേഹം മുഖാമുഖം കണ്ട് അനുഭവിച്ചിട്ട് അറിഞ്ഞയാളാണ്. അതോടൊപ്പം തന്നെ പ്രസാധക രംഗത്ത് നിൽക്കുന്ന അവരും പറയുന്നു, കോൺഗ്രസ് ഇതല്ല, ഈ സംഘടിക്കപ്പെട്ട മാഫിയക്കാരുടെ, പെർവർട്ടുകളുടെ, സീരിയൽ ഒഫൻഡറുടേതല്ല കോൺഗ്രസ് എന്ന് അവർ 1000 തവണ ആവർത്തിച്ചു പറയുന്നു. രണ്ടും സ്വീകാര്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്നത്, ഈ പോലീസുകാരോട് മാവേലിക്കര ജയിലിന്റെ അകത്തളങ്ങളിൽ തറയിൽ കിടക്കേണ്ട വരുന്ന ഈ അവസരത്തിലും, ജയിലിന്റെ തറയിൽ നമ്മൾ എല്ലാവരും കിടന്നിട്ടുണ്ട്. 18ാം വയസ്സിൽ പാഠപുസ്തക സമരം മുതൽ കിടക്കേണ്ട വന്നിട്ടുള്ള തലമുറയുടെ പ്രതിനിധിയാണ് ഞാനും. അക്കാര്യത്തിലൊക്കെ നമുക്ക് നിറഞ്ഞ ആത്മാഭിമാനവും സന്തോഷവും ഉള്ളൂ. ഇങ്ങനെയൊരു കേസിന്റെ ഭാഗമായിട്ട് ജയിലിന്റെ തറയിൽ കിടക്കേണ്ടി വരുമ്പോഴും ഇയാൾക്ക് ഇത് പറയാനുള്ള ധൈര്യം, ഇന്ധനം, ഊർജം എവിടെ നിന്ന്? അവിടെയാണ് പറയുന്നത്, എനിക്ക് വടകരയിലും ഫ്ലാറ്റ് ഉണ്ട്. ഈ FIR-ന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നിട്ട് തിരികെ പറയുന്നത് എന്താണ്, ഇവർ സൃഷ്ടിച്ച സംസ്കാരം ഇവർക്ക് ഇന്ധനം നൽകുന്നത് എന്താണ്? ആദരണീയനായ ശ്രീകുമാർ ചോദിച്ചല്ലോ, ഇത്തരമൊരു സംസ്കാരത്തെ, ഇത്തരമൊരു സംഘത്തെ ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെ ഇങ്ങനെ വളർച്ച കൈവരിച്ചു? ആ ബഹുമാനീയനായ ശ്രീകുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഞാനല്ല, നമ്മുടെ നാട്ടിൽ വടകരയുടെ പാർലമെന്റ് മെമ്പർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഐ ഹാഡ് ഡൺ എ ഹെർക്കൂലിയൻ ഹാർഡ് വർക്ക്. അല്ലേ, ഹെർക്കൂലിയൻ ഹാർഡ് വർക്ക് പോലെ ഞാൻ പണിയെടുത്തു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ. അങ്ങേക്കറിയില്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനോട് വടകര MP ആയിട്ടുള്ള കോൺഗ്രസ് നേതാവിന്റെ വാക്ക് കടമെടുത്ത് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എവിടെ നിന്ന് പൊട്ടിമുളച്ച് ജനങ്ങൾക്കിടയിലെ ഏത് പർവ്വത സമാനമായ പ്രവർത്തന പദത്തിലൂടെയാണ് ഇദ്ദേഹം യുവജന രംഗത്ത് ചുവടുറപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഞാനല്ല, വടകരയുടെ ഇപ്പോഴത്തെ MP പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് ഐ ഹാവ് ഡൺ എ ഹെർക്കൂലിയൻ ഹാർഡ് വർക്ക് ടു മേക്ക് ഹിം ദ പ്രസിഡന്റ് ഓഫ് യൂത്ത് കോൺഗ്രസ്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ ഞാൻ അധ്വാനം ചെയ്തിട്ടാണെന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ? അപ്പോഴോ ഇവർ സൃഷ്ടിച്ച സംസ്കാരം എന്താണ്, ഇവർ സൃഷ്ടിച്ച ബാക്കി പത്രം എന്താണ്? ആങ്കർ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ന്യായീകരിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വയനാടിനെ മുൻനിർത്തി ഈ സർവൈവേഴ്സിനോട് പിരിച്ചു. എന്തൊരു അധമമായ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ മഹാവലിയ ദുരന്തത്തെ, പാവങ്ങളെ മുൻനിർത്തി ഈ സാധാരണക്കാർ, റേപ്പിസ്റ്റായ, സീരിയൽ ഒഫൻഡറായ ഈ സംഘത്തലവൻ വീണ്ടും ചൂരന്മലയിലെ പാവങ്ങളെ മുൻനിർത്തി പണം പിരിച്ച് അതിൽ നിന്ന് ലക്കി ഡ്രോ നടത്തി സമ്മാനം കൊടുത്തു. ഇവനൊക്കെ എവിടെ പോയി നിന്നിരിക്കുന്നു നമ്മൾ ചോദിക്കേണ്ടതില്ലേ? എന്നിട്ട് ഇവർ സൃഷ്ടിച്ച മാഫിയ സംസ്കാരം മാധ്യമ പ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചു. എന്താണ്, ഞങ്ങളാരും ഇതുവരെ കർണാകരനെ എടോ കർണാടക എന്ന് വിളിച്ചിട്ടില്ല, ഞങ്ങളാരും ബഹുമാനീയനായ ആന്റണിയെ എടോ ആന്റണി എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ 2025-ൽ ലൈക്കും ഷെയറും റീൽസും സ്റ്റാറ്റസും ഉൾക്കൊള്ളുന്ന ഈ മാഫിയ അടിമ സംഘത്തെ വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാമെന്ന് തെളിയിച്ച ഈ സംഘം വിളിച്ചിട്ടുണ്ട്, എടോ വിജയ, എടോ ഗോവിന്ദ, കുഞ്ഞനന്ദൻ ചത്തു ഇല്ലേ? എന്നിട്ട് ബഹുമാനീയനായ ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുന്ന പത്മജയുടെയും മുരളീധരന്റെയും പൊളിറ്റിക്കൽ ബയോളജിക്കൽ ഫാദർഹുഡ്, അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രലായി ഞാൻ പറയാം പേരന്റ്ഹുഡ്, ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ഈ മാഫിയ സംസ്കാരത്തിന് ലൈക്കും ഷെയറും റീലും കമന്റും സ്റ്റാറ്റസും കൊണ്ട് നമ്മുടെ നാട്ടിലെ അടിമസംഘം വളർത്തിയില്ലേ? അവരുടെ കയ്യിലല്ലേ കോൺഗ്രസ്? ശരി, അങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ ഒരു സംഘത്തിനെതിരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായ ജയിലിൽ കിടക്കുന്ന ഈ ദിവസം അവസാന ഘട്ടത്തിലാണ്. ശ്രീ വസന്ത് സിറിയക്ക് പാർട്ടി
ഇനിയുള്ള ഘട്ടങ്ങളിലെങ്കിലും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആളുകളെ മനസ്സിലാക്കി ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന ഒരു ചിന്ത കോൺഗ്രസിലുണ്ടാകുമ്പോൾ വളരെ ചെറിയൊരു മറുപടി മതി. അല്ല, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ, അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ മാത്രമല്ല, ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്കുണ്ടാവേണ്ട ഒരു പൊതു മിനിമം മര്യാദയുണ്ട്. ആ മര്യാദയുടെ അതിർവരമ്പുകൾ ആര് ലംഘിച്ചിട്ടുണ്ടെങ്കിലും അവർ ക്രൂസിഫൈ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐ നേതാവിനോട് ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം വയനാട് പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ആയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും ഉയർന്നു വന്നിട്ടില്ല. നിങ്ങൾ എന്തിയ ഫണ്ട് എന്ന് ചോദിക്കുന്നതല്ലാതെ പ്രളയ ഫണ്ട് തട്ടിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് 3 കേസ് രജിസ്റ്റർ ചെയ്തത് കളമശ്ശേരിയിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ്. അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, പലരും ഉള്ളിൽ കടന്നു. അതായത് 2018 പ്രളയം വയനാട് മാത്രമല്ല സമയത്ത് അതിൽ നിന്ന് 73 എന്ന കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കേസുണ്ട്, FIR ഉണ്ട്. എന്റെ ഡിവൈഎഫ്ഐ നേതാവെ ഞാൻ പറയട്ടെ, അങ്ങ് എത്രയോ ആവേശപൂർവ്വമാണ് എൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ പറയട്ടെ അപ്പോ ആ ക്രൈംബ്രാഞ്ച് FIR ഉണ്ട് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പ്രളയ ഫണ്ട് തട്ടിച്ചു എന്ന കേസ്. യൂത്ത് കോൺഗ്രസിന് 30 വീടിന്റെ കാശ് എത്ര പിരിച്ചു? 30 വീടിന്റെ പൈസ ജെയ്സി തോമസ് ആണ്. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് ട്രാൻസ്പെറന്റ് ആണ്. കേരളത്തിൽ ആർക്കും പരിശോധിക്കാം. അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം. അല്ലാതെ അതിന് ജെയ്സി തോമസിന്റെ അച്ചാരവും ഓശാനവും ഒന്നും ആവശ്യമില്ല. കേട്ടോ ഡിവൈഎഫ്ഐയുടെ പൈസ എവിടെ? നിങ്ങൾക്ക് സർക്കാരിന് കൊടുത്തു എന്ന് പറയുന്നു. എത്ര കൊടുത്തു? എവിടെ കൊടുത്തു? ആ വീട് എവിടെ? നിങ്ങൾ കൊടുത്തിട്ടുള്ള പണിയാത്തത് കർണാടക ഗവൺമെന്റ് കൊടുത്തു 100 വീട് പണിയാൻ. എന്താ നിങ്ങളുടെ സർക്കാരിന് സാധിക്കാത്തത്? എന്താ FIR ഇട്ട് അന്വേഷിക്കാൻ പറയൂ. എന്താ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് ഒരു പരാതിയില്ലാത്തത്? അയാൾക്ക് വായിൽ തോന്നിയത് മുഴുവൻ കോതയ്ക്ക് പാട്ട് എന്ന കണക്കിന് വിളിച്ചു പറയാം. പറയുമ്പോ അയാൾ ഒരു മര്യാദ വേണ്ടേ ഡിവൈഎഫ്ഐ? ഒരു ചർച്ചയിൽ ഒരു സാമാന്യ മര്യാദയില്ല. പൊളിറ്റിക്കൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐ താങ്കളോടും മര്യാദയില്ല. തട്ടിച്ചു എന്ന പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പേരിൽ ആടിനെ വിറ്റും താലി വിറ്റും പൈസ കൊടുത്തവർ 75 ലക്ഷം രൂപ പൈസ എടുത്ത് പുട്ടടിച്ച അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അതിന്റെ സമയമുണ്ടല്ലോ. അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ശരി അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അതൊക്കെ ശരി പ്രളയ ഫണ്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് ഇതിനിപ്പോ സമയമില്ല. ഇന്നത്തെ ചർച്ച ശരി കഴിഞ്ഞു. ശരി അത് ചർച്ച ചെയ്യാം. നമുക്ക് പ്രളയ ഫണ്ടിനെ കുറിച്ച് ഏത് കണക്ക്? കേരളത്തിൽ FIR ഇട്ടിരിക്കുന്ന ആർക്കെതിരാണ്? ക്രൈംബ്രാഞ്ചിന്റെ 3 FIR ആർക്കെതിരാണ്? 75 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിന്റെ പേരിൽ അല്ലല്ലോ, അത് നിങ്ങളുടെ ആരോപണം. അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഇന്നിപ്പോ വിഷയം അതല്ലല്ലോ. വയനാട് ദുരന്തമോ പ്രളയ ഫണ്ടോ അല്ലല്ലോ ചർച്ച. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ശരി, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീമതി ഷഹനാസ്, ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത കൂടി വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം പൊതുപ്രവർത്തനത്തിന് ഇനി യോഗ്യനായ ഒരാളാണ് എന്ന് തോന്നുന്നുണ്ട്. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ഘട്ടമാണ് എന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ മറുപടി. പൊതുപ്രവർത്തകൻ മാത്രമായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പോലും അർഹനായ ഒരാളാണോ എന്ന് എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അറിയാവുന്ന ഈ കേരള സമൂഹം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു ക്രൂരമായിട്ട് ഒരു സ്ത്രീയല്ല, 2 സ്ത്രീയല്ല, ഇപ്പോൾ വന്ന 3ാമത്തെ പരാതിയല്ല, അതിനപ്പുറം ഒരുപാട് സ്ത്രീകൾ ഇനിയും പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാൻ ഒരു അർഹത
സൂക്ഷ്മതയുമില്ലാത്ത വേട്ടക്കാരനാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ചൂരൽമലയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നത്തെ അതിജീവിത നൽകിയ പരാതിയിൽ ചൂരൽമലയും അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതും പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷണം വിധേയമാക്കണം. പാവങ്ങൾക്ക് ലഭിക്കേണ്ട പണത്തെ ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധന വിധേയമാക്കേണ്ടതാണ്. അതിജീവിതകളെ അപമാനിക്കുന്ന രീതിയിൽ മുന്നോട്ട് പീഡിപ്പിക്കപ്പെട്ട് പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക്, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, തക്ക ശിക്ഷ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീ സുരക്ഷിതത്വവും നവോത്ഥാനവും ഒക്കെ നടപ്പിലാകൂ എന്ന് വനിതാ മതിൽ കെട്ടിപ്പടുത്തുയർത്തിയ ഈ കേരള സർക്കാരിനോട് എനിക്ക് പറയാനുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഇനി വരുന്ന ഇലക്ഷൻ വരെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് പാലിക്കേണ്ടത്, ഈ സ്ത്രീകളെ അപമാനിക്കുന്ന ഇടങ്ങളിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ട ഒരു ധാർമ്മികത കൂടി ഉണ്ട്. അവരെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിൽ ആരാവട്ടെ അപമാനിക്കുന്നവർക്കെതിരെ എന്നുകൂടി നടപടി റിനി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം പൊതുരംഗത്ത് നിന്ന് നിഷ്ക്രമിക്കണം. ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുമായി ഇടപഴകാൻ യോഗ്യനായ ഒരാളല്ല എന്ന് തോന്നുന്നു ഈ രാത്രിയിൽ, ഈ നിമിഷം? തീർച്ചയായിട്ടും അതായത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വ്യക്തികൾ ജനപ്രതിനിധിയായി തുടരാൻ പാടില്ല. അദ്ദേഹത്തെ പോലുള്ളവർക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് സ്വയമേ മാറി നിൽക്കേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. പിന്നെ പാർട്ടി വളരെ നല്ല നിലപാടൊക്കെ സ്വീകരിച്ച പാർട്ടി തന്നെയാണ്, അതെല്ലാം സ്വാഗതാർഹമാണ്. പക്ഷേ എന്നാൽ പോലും പാർട്ടിയുടെ ചിഹ്നത്തിലും ആണ് മത്സരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ടിക്കറ്റ് മത്സരിച്ച് MLA ആയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ആ പാർട്ടിക്ക് ഒരു കളങ്കമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള തീരുമാനം നേതൃത്വം സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി എല്ലാവർക്കും. രാഹുൽ മാങ്കൂട്ടം എന്തായാലും ജയിലിലായിരിക്കുന്നു, ജാമ്യവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.